പ്രിയപ്പെട്ടവരെ, മന്നാ ദ ഡെയിലി ബ്രെഡിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. ഈ ദിനം ദൈവത്തിന്റെ കരുണ കൊണ്ട് നിറയപ്പെടുന്നതാകട്ടെ. ക്രിസ്തുവിന്റെ പഠിപ്പിക്കലുകളെല്ലാം ഒരു വാക്കിനകത്തേക്ക് ചുരുക്കി വയ്ക്കുവാൻ പറ്റുകയാണെങ്കിൽ ആ വാക്ക് മത്തായിയുടെ സുവിശേഷം 6-ാമത്തെ അധ്യായം 33-ാമത്തെ വാക്യമായിരിക്കും. വചനം ഇപ്രകാരം പറയുന്നു: ആദ്യം നിങ്ങൾ അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം നിങ്ങൾക്കെല്ലാം വന്നു ചേരും. എന്താണ് നീതി എന്നതിനെക്കുറിച്ച് കൃത്യമായൊരു നിർവചനം ആവശ്യമാണ്. കാരണം ദൈവത്തിന്റെ നീതി മനുഷ്യന്റെ അളവുകോലിനപ്പുറം നിൽക്കുന്നതാണ്. പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്ന ഏറ്റവും മഹത്തായ ഒരു കാര്യമുണ്ട്. ശപിക്കുന്നൊരു ദൈവത്തെ നമുക്ക് കാണുവാൻ കഴിയില്ല. ക്രിസ്തുവിലൂടെ വെളിപ്പെട്ടൊരു ദൈവം കരുണ കാണിക്കുന്ന ദൈവമായിരുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നീതി എന്നാൽ ഒരാളുടെ കണ്ണുനീരിനും നിങ്ങൾ അവകാശിയായി തീരാതിരിക്കുക എന്നുള്ളതാണ്. ഏതെങ്കിലും ഒരു മനുഷ്യന്റെ കണ്ണുനീരിന് നിങ്ങൾ പാത്രീഭവിച്ചാൽ, അത് കൊച്ചുകുട്ടിയാകട്ടെ, അത് സ്ത്രീയാകട്ടെ, പുരുഷനാകട്ടെ, പുരോഹിതനാകട്ടെ, ആരുമാകട്ടെ, ഒരു നീതിമാന്റെ കണ്ണുനീര് ഈ മണ്ണിൽ നിങ്ങളുടെ പ്രവൃത്തി മൂലമോ വാക്കുമൂലമോ വീഴുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തിന്റെ നീതി വിചാരണയ്ക്ക് വിധേയപ്പെടും. നിങ്ങൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഒരു കുഴപ്പവുമില്ലാതിരിക്കുമ്പോൾ പെട്ടെന്ന് രോഗമുണ്ടാകുക, പെട്ടെന്ന് സാമ്പത്തികമായ തളർച്ചയുണ്ടാകുക, വീഴ്ചയുണ്ടാവുക, ഇതൊക്കെ വരുമ്പോൾ ജീവിതത്തിന്റെ പിന്നിട്ട കാലങ്ങളിൽ നമ്മൾ ചെയ്തു പോയ പ്രവൃത്തികളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കണം. അവിടെ ഏതെങ്കിലും ഒരു മനുഷ്യൻ വേദനിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ കൃത്യമായി നിങ്ങളുടെ ജീവിതത്തിൽ പ്രതിഫലിക്കും. ദൈവം ശപിക്കുന്ന ദൈവമല്ല, പക്ഷെ നമ്മുടെ പ്രവർത്തികൾക്കനുസരിച്ച് പ്രതിഫലം നൽകുന്ന ദൈവമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക. കർത്താവേ, ഈ ദിനം അനുഗ്രഹമാകണമേ. ആമേൻ.